നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നാട്ടിലെത്തുന്ന പ്രവാസികൾ പെട്ടി തുറന്നാൽ ഞെട്ടും. നാട്ടിൽ പണപ്പെരുപ്പം അതിശക്തമായി ബാധിച്ച ഫിലിപ്പീൻസിൽ ബീഫിനേക്കാളും കോഴിയിറച്ചിയേക്കാളും വില കൂടുതലാണ് ഉള്ളിക്കാണെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ UAE-യിലെ ഫിലിപ്പീൻസ് പ്രവാസികൾ നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകുന്നത് പ്രധാനമായും ഉള്ളിയാണെന്നതും അറിയാൻ കഴിയും. സാധാരണ ദുബായിൽ നിന്ന് വീട്ടിലേക്ക് ചോക്ലേറ്റും മറ്റു മധുര പലഹാരങ്ങളുമായി പോകുന്ന തങ്ങൾ പകരം ലഗേജിൽ നിറയ്ക്കുന്നത് ഉള്ളിയാണെന്നാണ് ഫിലിപ്പീൻസുകാർ പറയുന്നത്. കാരണം ഉള്ളി നാട്ടിൽ ഇപ്പോൾ കിട്ടാക്കനിയാണ്. തീ വിലയാണ് അതിന് വ്യാപാരികൾ ഈടാക്കുന്നതും. അതോടൊപ്പം തന്നെ നേരത്തെ നല്ല ചോക്ലേറ്റുകളുടെ ബാറുകൾ നൽകിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ചുവന്ന ഉള്ളിയാണ് ഫിലിപ്പീൻസുകാർ സമ്മാനമായി നൽകുന്നത് പോലും. നാട്ടുകാർക്കും ഇഷ്ടം അതാണെന്നും പ്രവാസികൾ ചൂണ്ടിക്കാണിക്കുന്നു. നിലവിൽ എൻ്റെ വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നൽകാനുള്ള ഏറ്റവും വലിയ സമ്മാനം ഇതുതന്നെയാണെന്നും തന്റെ ലഗേജിൽ 10 കിലോ ഉള്ളിയുമായി മനിലയിലേക്ക് യാത്ര ചെയ്യുന്ന ദുബായിലെ ഫിലിപ്പിനോ പ്രവാസി ജാസ് പറയുന്നു. ദുബായിലെ ഉള്ളിയുടെ വില വെച്ച് നോക്കുമ്പോൾ സമ്മാനമായി നൽകാൻ ഉള്ളി തന്നെയാണ് നല്ലതെന്ന ചിന്തയിലാണ് പല ഫിലിപ്പിനോകളും. ദുബായിൽ 1 കിലോ ഉള്ളിക്ക് 2 ദിർഹമാണ് വിലയെങ്കിൽ ഫിലിപ്പീൻസിൽ 600 പൈസ അഥവാ ഏകദേശം 40 ദിർഹമാണ് അതിന് ഈടാക്കുന്നത്. രാജ്യത്തെ എല്ലാ സാധനങ്ങളുടെയും വില കുത്തനെ ഉയർന്നിരിക്കുന്നു. കോഴിയിറച്ചിയുടെ വില 3 ഇരട്ടിയായാണ് ജനുവരിയിൽ വർദ്ധിച്ചത്. നിലവിൽ 180 മുതൽ 220 വരെ പെസോ അഥവാ 12 മുതൽ 15 വരെ ദിർഹമാണ് 1 കിലോ കോഴിയിറച്ചിയുടെ വിലയെന്നും അവർ പറഞ്ഞു. ദുബായിലെ അഡ്മിൻ ഓഫീസറായ ദിന ഗാഗുല ഓഡോയും 4 കിലോ ഉള്ളിയുമായിട്ടാണ് കഴിഞ്ഞ തവണ വീട്ടിലേക്ക് പോയത്. അന്ന് ബോർഡിംഗ് ഗേറ്റിൽ വിമാനത്തിനായി കാത്തിരിക്കുമ്പോൾ നാട്ടിലേക്കുള്ള മറ്റു പല യാത്രക്കാരും തന്നെപ്പോലെ ബാഗേജിൽ പ്രധാനമായും ഉള്ളിയാണ് പൊതിഞ്ഞു വെച്ചിരുന്നത്. ഇതേക്കുറിച്ചായിരുന്നു വിമാനയാത്രയ്ക്കിടെ തങ്ങൾ സംസാരിച്ചതെന്നും ദിന പറഞ്ഞു. കൂടാതെ ദീർഘനാളായി ദുബായിൽ താമസിക്കുന്ന ഇവ കവാലിഡ ഫിലിപ്പീൻസിലേക്ക് കൊണ്ടുപോകുന്നതിനായി 15 കിലോ ഉള്ളിയാണ് വാങ്ങിയത്. പ്രാദേശിക മാർക്കറ്റിൽ നിന്നും തിരികെ വരുന്നത് പോലെയായിരുന്നു യാത്ര. ഉള്ളിക്ക് പുറമെ 15 കിലോ വെളുത്തുള്ളി, 10 കിലോ ഉരുളക്കിഴങ്ങ്, 4 കിലോ ക്യാരറ്റ്, 2 കിലോ വഴുതനങ്ങ അങ്ങനെ പച്ചക്കറികളായിരുന്നു തന്റെ 2 ലഗേജുകൾ നിറയെന്നും ഇവ പറഞ്ഞു. തന്റെ മകളുടെ ചരമവാർഷികത്തിന് വീട്ടിലേക്ക് പോവുകയായിരുന്നു ഇവർ. വീട്ടിലെത്തുന്നവർക്ക് സദ്യ ഒരുക്കാനാണ് ഇത്രയും പച്ചക്കറികൾ താൻ നാട്ടിലേക്ക് കൊണ്ടുപോയതെന്നും ഫാഷൻ കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന ഇവ കവാലിഡ പറഞ്ഞു. എന്നാൽ ഇങ്ങനെ പച്ചക്കറികൾ കൊണ്ടുപോകുന്നത് ശരിക്കും നിയമവിധേയമല്ലെങ്കിലും ഫിലിപ്പീൻസ് കസ്റ്റംസ് അധികൃതർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്നാണ് പലരും പറഞ്ഞത്. എന്നാൽ ചില ഉദ്യോഗസ്ഥർ ഉള്ളി യാത്രക്കാർക്ക് നൽകാതെ പിടിച്ചുവയ്ക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഉള്ളി കൊണ്ടുപോയതിന് പ്രത്യേകിച്ച് നടപടികളൊന്നും എടുത്തില്ലെന്നും യാത്രക്കാരിൽ ഒരാൾ പറഞ്ഞു. അങ്ങനെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ചുളിവിൽ ഉള്ളി സ്വന്തമാക്കേണ്ടെന്ന ചിന്തയിൽ ഉള്ളിയുമായി യാത്ര ചെയ്യാനുള്ള തീരുമാനം അവസാന നിമിഷം മാറ്റിവെച്ചവരുമുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.